പ്രിയമുള്ളവരെ, ചാനലിന്റെ മറ്റൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചില മാലാഖ നമ്പർ പരിചയപ്പെടാം. മാലാഖമാർ യഥാർത്ഥമാണ്. മാലാഖമാർ മിക്കപ്പോഴും മനുഷ്യരാശിയുടെ സന്ദേശവാഹകരായി സേവിക്കുന്നുവെന്ന് ബൈബിൾ വ്യക്തമായി കാണിക്കുന്നു. മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി മാർഗനിർദ്ദേശം, നേതൃത്വം, ആശയവിനിമയം എന്നിവ നൽകുന്നു. അവരുടെ പ്രാഥമിക ലക്ഷ്യം ദൈവത്തെ സേവിക്കുകയും മനുഷ്യരാശിയെ ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നതാണ്. നീ പോകുന്നിടത്തെല്ലാം നിന്നെ സംരക്ഷിക്കാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകൊണ്ട് താങ്ങി നിർത്തും. നിന്നെ കാത്തുസൂക്ഷിക്കാൻ ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസമുള്ള എല്ലാ നല്ല സുഹൃത്തുക്കളും തുടർന്ന് കാണുക. 26 എന്ന മാലാഖ നമ്പറുകൊണ്ട് മാലാഖമാർ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിരിക്കേണ്ടത് നിങ്ങൾക്ക് പ്രധാനമാണ്. നിങ്ങളെ ചെറുതാക്കുന്ന ആരിൽ നിന്നും അകന്നു നിൽക്കുക. 266 എന്ന മാലാഖ നമ്പറുകൊണ്ട് മാലാഖമാർ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ സംസാരിക്കുക. ദൈവം എപ്പോഴും കേൾക്കുന്നുണ്ട്. 366 എന്ന മാലാഖ നമ്പറുകൊണ്ട് മാലാഖമാർ നിങ്ങളോട് പറയുന്നു, നിർത്തുക. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടുകയും വിദഗ്ധ വിവരങ്ങൾ തേടുകയും ചെയ്യുന്നതുവരെ കൂടുതൽ മുന്നോട്ടു പോകരുത്. ഈ സാഹചര്യം നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായേക്കാം. 466 എന്ന മാലാഖ നമ്പറുകൊണ്ട് മാലാഖമാർ നിങ്ങളോട് പറയുന്നു, മുന്നോട്ടു പോകുന്നതിനു മുമ്പ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങളുടെ മാലാഖമാർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. 566 എന്ന മാലാഖ നമ്പറും 466 എന്ന മാലാഖ നമ്പറും നിലവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതായത് മാലാഖമാർ നിങ്ങളോട് പറയുന്നു, കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് മാർഗനിർദ്ദേശം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തരുത്, കാരണം അവ നിങ്ങളുടെ വീണ്ടെടുക്കലിനെയും വളർച്ചയെയും ബാധിച്ചേക്കാം. അടുത്തതായി 666 എന്ന മാലാഖ നമ്പർ. നിർത്തൂ. വേണ്ട, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ അഹങ്കാരം നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. അത് ഹൃദയവേദനയിലേക്കും ഭയത്തിലേക്കും നയിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ വെളിച്ചത്തിൽ വിളിക്കുക. അടുത്തതായി 776 എന്ന മാലാഖ നമ്പർ. മാലാഖമാരും ആരോഹണ ഗുരുക്കന്മാരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളുടെ വെളിച്ചം എക്കാലത്തേക്കാളും കൂടുതൽ പ്രകാശിപ്പിക്കാൻ. നിങ്ങൾ ജനിച്ച വെളിച്ചത്തിന് തടസ്സമാകാൻ ആരെയും അല്ലെങ്കിൽ ഒന്നും അനുവദിക്കരുത്. ആന്തരിക മാർഗനിർദ്ദേശം ഇപ്പോൾ നിങ്ങൾക്കായി വരുന്നു. കേൾക്കൂ. അടുത്തതായി 866 എന്ന മാലാഖ നമ്പർ. അയ്യോ, നീ നിന്റെ ഉദ്ദേശ്യങ്ങളിൽ നിന്നും നിനക്ക് ഉപകാരപ്പെടുന്നതിൽ നിന്നും വഴിതിരിച്ചുവിടുകയാണ്. നിന്റെ ജീവിതത്തിൽ അനാവശ്യമായ നാടകീയത സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി നിന്റെ പാതയിലേക്ക് തിരിച്ചുവരാൻ മാലാഖമാരുടെ ജ്ഞാനം നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തതായി 966 എന്ന മാലാഖ നമ്പർ. 966. നിങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളോട് തന്നെ മൗലികമായി സത്യസന്ധത പുലർത്തുക. അടുത്തതായി 865 എന്ന മാലാഖ നമ്പർ. നിങ്ങളുടെ സാമ്പത്തികവും ഭൗതിക സ്ഥിരതയും സംബന്ധിച്ച ഏറ്റവും മോശം അവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ പിന്നിലാണെന്ന് മാലാഖമാർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴും സമൃദ്ധിയിലേക്കും പിന്തുണയിലേക്കും നീങ്ങുന്നുവെന്ന് വിശ്വസിക്കാൻ സ്വർഗം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മാലാഖ സംഖ്യകൾ ആവർത്തിക്കുന്ന സംഖ്യകളാണ്. മാലാഖ സംഖ്യകൾ നിങ്ങളുടെ യാത്രയിൽ ആവർത്തിച്ചു കാണുന്നത് നിങ്ങൾക്ക് ആത്മീയ മാർഗനിർദ്ദേശം ലഭ്യമാകുമ്പോൾ, പലപ്പോഴും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കൽ, വ്യക്തിഗത പരിവർത്തനം അല്ലെങ്കിൽ ഉറപ്പ് ആവശ്യമുള്ളപ്പോൾ ഈ സംഖ്യാ പാറ്റേണുകൾ ദൃശ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സംഖ്യാശ്രേണി തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഭൗതികവും ആത്മീയവുമായ ലോകം തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ഈ ശ്രേണികൾക്ക് നിഗൂഢ പ്രാധാന്യമുണ്ടെന്ന് സംഖ്യാശാസ്ത്രം സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കാവൽ മാലാഖമാർക്ക് നിങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു മാർഗമായിട്ടാണ് പലപ്പോഴും ദൂതസംഖ്യകളെ കാണുന്നത്. നിങ്ങളുടെ ദൂതസംഖ്യ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് അതിന്റെ ജ്ഞാനം വെളിപ്പെടുത്താനും നിങ്ങളുടെ യഥാർത്ഥ പാതയുമായി നിങ്ങളെ തന്നെ യോജിപ്പിക്കാനും കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ മാലാഖ നമ്പറുകളെക്കുറിച്ചും കൂടുതൽ പ്രയോജനകരമായ വിഷയങ്ങളും തുടർന്നും ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഈ ചാനൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്തു സഹായിക്കുക. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം.